സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു സമാധിയും ഇന്നേ വരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരാൾ സ്വയം തീരുമാനിച്ച് മരണം വഹിച്ചാൽ അത് ആത്മഹത്യ. ജീവിതം മടുത്തിട്ടോ കടബാധ്യതകൾ പെരുകിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ സ്വയം ജീവൻ എടുക്കുകയാണെങ്കിൽ അത് കുറ്റകൃത്യം. അവിടെയാണ് ഒരാൾ നടന്നുപോയി സമാധി പീഠത്തിലിരുന്ന് മകനെ വിളിച്ച് കുഴി മൂടാൻ പറഞ്ഞത്. മകൻ അതിനു പിന്നാലെ മുകളിൽ സ്ലാബ് എടുത്തു വെച്ചു. പിന്നെ ക്രമേണ മരിച്ചു. വെൽക്കം ബാക്ക് ടു മിസ്റ്ററീസ് വിത്ത് അമൃത. ചില്ലറ കാര്യമൊന്നുമല്ല നെയ്യാറ്റിൻകരയിലെ ബാലരാമപുരത്ത് നടന്ന സമാധി. ഗോപൻ സ്വാമിയുടെ സമാധി സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും ഇപ്പോൾ വൈറലാണ്. എന്താണ് സമാധി? ധ്യാന ബോധ്യത്തിന്റെ പരിസമാപ്തിയാണ് സമാധി. അല്ലെങ്കിൽ ഏകാഗ്രതയും ധ്യാന പരിശീലനത്തിലൂടെയൊക്കെ നേടുന്ന ഒരു അവസ്ഥയാണ് സമാധി. 11 വർഷങ്ങൾക്ക് മുൻപേ അശുതോഷ് രാജാവ് എന്ന നേതാവിന്റെ സമാധി വളരെയേറെ ചർച്ചയായിരുന്നു. മഹാരാജാവ് ധ്യാനത്തിലാണെന്നും തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുകയാണെന്നും അവകാശപ്പെട്ട് അനുയായികൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധി, അതും നമ്മുടെ കൊച്ചു കേരളത്തിൽ. തുറസായ സ്ഥലത്ത് പട്ടാപ്പകൽ നടന്നു എന്ന് പറഞ്ഞ് വീട്ടുകാർ അവകാശപ്പെട്ട സമാധി. എന്നാൽ നാട്ടുകാരും കണ്ടിട്ടില്ല എന്നതാണ് സത്യം. ആരും കണ്ടുകൂടാത്ത സമാധിയാണെങ്കിലും അത് കൊലപാതകമാണെന്ന് സംശയിച്ചാൽ നാട്ടുകാരെ തെറ്റു പറയാൻ കൊള്ളത്തില്ല. ഈ സമാധിക്ക് ശേഷം അവിടെ ലോകപ്രശസ്തമാകുമെന്നും അത് തകർക്കാനുള്ള നീക്കമാണെന്നും പറഞ്ഞ് മകൻ പങ്കുവച്ചു. എന്നാൽ ഇങ്ങനെയൊരു സംഭവം നടന്നാൽ അത് വളരെ ഫേമസ് ആകുമെന്ന് കുടുംബത്തിന് വളരെ ബോധ്യമുണ്ടായിരുന്നു. അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിൽ ഇരുന്നതെന്നും തന്റെ നെറുകിൽ കൈവച്ച് അനുഗ്രഹിച്ചെന്നും മകൻ പങ്കുവച്ചു. ലോജിക്കലായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സത്യമാണോ? എന്നാൽ സമാധി ഇരിക്കാൻ 5 വർഷം മുൻപേ ഗോപൻ സ്വാമി തന്റെ പത്മപീഠം നിർമ്മിച്ചിരുന്നു. വിശ്വാസവും വിവാദവും കെട്ടുപണിഞ്ഞ സമാധി, ദുരൂഹത നിറഞ്ഞത് തന്നെ ഗോപൻ സ്വാമിയുടെ സമാധി, അതും നമ്മുടെ കൊച്ചു കേരളത്തിൽ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഇട്ടോ. Please like, share and subscribe. Thanks for watching.